ഓം ശാന്തി. ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലക്ഷ്മി ശുദ്ധിയിലേക്ക് വരാറുള്ളൂ, അശുദ്ധിയിലേക്ക് വരാറില്ല. അപ്പോൾ വീട്ടിലേക്ക് ധനം ആകർഷിക്കപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം ചെയ്യേണ്ടത് വീട് വൃത്തിയാക്കി വെക്കണം. വീടിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ക്ലീൻ ആവണം. എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് കോർണർ, വടക്ക് കിഴക്ക് മൂലയിൽ എന്തെങ്കിലും സാധനങ്ങൾ കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ, അവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അഥവാ കൊണ്ട് സാധനങ്ങളൊക്കെ വെക്കുന്നതായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഷോക്കേസ് വെച്ചു, അതിനുള്ളിൽ കുറേ പൊടിയും സാധനങ്ങളും ഉണ്ടാവും, കുറേ ട്രോഫികളുണ്ടാവും, കുറേ പിക്ചേഴ്സ് ഉണ്ടാവും, കുറേ പാവകളുണ്ടാവും. ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനം നിങ്ങളുടെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഉണ്ടെങ്കിൽ അവിടേക്ക് ധനം ആകർഷിക്കപ്പെട്ട് വരില്ല. ഇത് വാസ്തുവിദ്യ പറയുന്ന ഒന്നാണ്. മറ്റൊന്ന്, ഏത് വീട്ടിലാണോ മനുഷ്യന്മാർ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിലേക്കും ധനം വരില്ല. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ വീട്ടിൽ വൈബ്രേഷൻ്റെ അശുദ്ധി വളരെ അധികമാണ്. അതുകൊണ്ട് അഥവാ നിങ്ങളുടെ വീട്ടിലൊരാൾക്ക് അങ്ങനെ ഒരു വഴക്കാളി സ്വഭാവം ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ. എന്തിനും ഏതിനും കയറി നിങ്ങളടുത്ത് തല്ലുകൂടുക, കാരണം ഉണ്ടാക്കുക, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും കൂടി അവരെക്കുറിച്ച് ചിന്തിക്കുക. അവർ നല്ല ആളാണ്, ഇവർ നല്ല ആളാണ്, ഇവർ എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നവരാണ്, ശാന്തി ആഗ്രഹിക്കുന്ന ആളാണ്, എല്ലാവരുമായിട്ടും നല്ല കൂടെ ചേർന്നുകൊണ്ട് ഒത്തിണങ്ങി പ്രവർത്തിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. ഇങ്ങനെ അറിയാം നമുക്കതല്ല അവരുടെ നേച്ചർ എന്ന്. പക്ഷെ എന്താണോ അവരാവേണ്ടത് അത് നിങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിൽ 10 പ്രാവശ്യം ഒന്നിച്ച് ചിന്തിക്കുക. അവരതാണ്. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രഭാവം കൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അയാൾക്ക് നിങ്ങളോട് ബഹളം വയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേ രീതിയിൽ അന്തരീക്ഷത്തിനെ നന്നാക്കാൻ വേണ്ടി, ഇനി സപ്പോസ് ഒരു പ്രാവശ്യം ചെയ്താൽ പിറ്റേ ദിവസം മാജിക്കായിട്ട് അവർ ആ നിമിഷം മാറുന്നല്ല, കുറച്ച് ചേഞ്ച് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ അവർ ഏറ്റുമുട്ടുന്ന സ്വഭാവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കുമ്പോൾ തുടങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ 3 രീതി ഉപയോഗിക്കാമല്ലോ നമുക്ക്. ഒന്നുകിൽ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുക. ഒന്നുകിൽ എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾക്ക് മാറിപ്പോവുക, അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്തിട്ട് ആ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യുക. പേഴ്സൺ അവോയ്ഡ് ചെയ്യല്ല, സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയും അങ്ങനെയാണ് നമുക്കറിയാലോ, വിട്ടേക്ക് എന്ന് പറയുക. ഈ രീതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ വീടിൻ്റെ സംഘർഷം കുറയ്ക്കാം. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്താൽ അവിടേക്ക് ലക്ഷ്മി വരും എന്നത് കാര്യം. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഓം ശാന്തി.